കൂട്ടുകാരി, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആവണീസ് വ്ലോഗിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതേപോലെ നമുക്ക് ഇന്നലെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ പുലർച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ശക്തിക്കായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പും ഉണ്ടായിരുന്നു. മഴ പെയ്യുമ്പോഴത്തേനും നമ്മുടെ പൂച്ചെടിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ കാടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോരോ മഴയായിട്ട് ഇങ്ങനെ വൈകിട്ടും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ മാത്രമല്ല നമുക്ക് നല്ല വെയിലൊക്കെ ഉള്ള ടൈമിൽ നമ്മൾ പൂച്ചെടിക്ക് നന്നായിട്ട് നനച്ചും കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചുവട്ടിൽ വെള്ളവും നല്ല തണുപ്പൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് കാടും വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്താ നമുക്ക് ആ ഒരു കാടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. അതേപോലെ തന്നെ മഴ പെയ്തപ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഇവിടെ നന്നായിട്ട് അട്ട വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലൊക്കെ ആകുമ്പോൾ ഈ അട്ടയൊക്കെ എവിടെ പോയിരുന്ന അറിയില്ല. അതായത് ഇപ്പോൾ മഴ പെയ്തപ്പോഴത്തേനും ഫുള്ളായിട്ട് അട്ട നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും നിറച്ച് അട്ടയുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെയൊക്കെ നമുക്ക് പുറത്തേക്ക് ഇറക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എവിടെയൊക്കെ അട്ട കടിക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും സാനിറ്റൈസറൊക്കെ തേച്ചിട്ടാണ് നമ്മൾ എന്തായാലും അവളെ മുറ്റത്താണ് കൂടുതൽ അവൾ ഇറങ്ങാറുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചാണ് ഇറക്കാറുള്ളത്. അതേപോലെ തന്നെ എന്തായാലും നമ്മുടെ മാവൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂത്ത് അത് ചെറിയ ചെറിയ കണ്ണിമാങ്ങകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ ഒരു മാങ്ങയൊക്കെ ഏതൊരു അവസ്ഥയിലെത്തിയെന്ന് നോക്കിയാലോ. അപ്പോൾ അത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് നോക്കാം. നമുക്ക് ഈ ഒരു പൂ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ചെടിയിൽ. എന്താ പേരെന്നൊന്നും അറിയില്ല. എനിക്ക് നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് ഇതിനെ കോളാമ്പിപ്പൂ എന്നാണ് പറയുക. പല സ്ഥലങ്ങളിലേക്ക് പല രീതിയിലല്ലേ പറയുക. എന്നാലും ഒരു കോളാമ്പിയുടെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിനെ അതുകൊണ്ടാണ് നമ്മളിവിടെ കോളാമ്പിപ്പൂ എന്ന് പറയുന്നത്. നല്ല വലിപ്പമുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് റോസും ഒരു വൈറ്റ് ഒക്കെ വന്നിട്ട് നല്ലൊരു വെറൈറ്റി പൂവല്ലേ. പിന്നെ മെല്ലേക്കൊക്കെ ഇങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ എങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ആവണിക്കുട്ടി പുറകോട്ടോ അല്ലാതെ ആവണിക്കുട്ടി ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ നമ്മുടെ പപ്പി വന്നിട്ടുണ്ട്, നമ്മുടെ ബോഡി ഗാർഡ്. അപ്പോൾ ആളിപ്പോൾ അഴിച്ചു വിട്ടിരിക്കട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കൂടെ വരുവാണ്. അപ്പോൾ ഈ ഭാഗത്ത് തന്നെയാട്ടോ നമ്മുടെ ആ ഒരു മാവുള്ളപ്പോൾ ഒരുപാട് പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ട് അത്യാവശ്യം കുറച്ചൊക്കെ കായിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും ചെറിയ ചെറിയ കണ്ണിമാങ്ങകളാണ്. അപ്പോൾ എന്നാലും നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ ആ ഒരു മാവ്. അപ്പോൾ മേളിലേക്കൊക്കെ ഒരുപാട് മാങ്ങകളുണ്ട്. മാങ്ങയൊക്കെ മൂക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ കറക്റ്റ് കണ്ണിമാങ്ങയുടെ ആ ഒരു പരുവത്തിലായിട്ടേ ഉള്ളൂ. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ മാങ്ങയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വലുതായി തുടങ്ങിയിട്ടുണ്ടല്ലേ. അതായത് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് താഴെക്കൂടെ കൊഴിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലൊരു 3-4 ഞാൻ പെറുക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവണിക്കുട്ടിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് പുളിയൊക്കെയാണ് കൂടുതലായിട്ടും ഇഷ്ടം മധുരത്തിനെക്കാളും. അപ്പോൾ എന്തായാലും 2-3 മാങ്ങ എന്തായാലും എടുത്തിട്ടുണ്ട്. നല്ല വാടാത്ത നല്ല മാങ്ങയാണ്. അപ്പോൾ ഇന്നൊന്നിലേക്കായിട്ട് വീണതായിരിക്കണം. കാരണം മഴയൊക്കെ പെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു വീഴുമല്ലോ. എന്തായാലും കഴുകിയിട്ട് നമ്മുടെ ആവണിക്കുട്ടിക്ക് പോയിട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും മാങ്ങയൊക്കെ ഒന്ന് മൂക്കട്ടിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും അച്ചാറിടാനും പഴിപ്പിക്കാനൊക്കെ ഇത് നല്ല തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ആശാൻ ഇത് നടന്ന് കുറച്ച് നടക്കുമ്പോഴത്തേന് ആളിതാ സൈഡായിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാർ നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് വാഴ കണ്ടു. അപ്പോൾ ഈ ഒരു വാഴയൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഴ ഫുള്ളായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാഴ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാഴത്തെ നല്ല വിത്തുകൾ മാത്രം നോക്കിയിട്ട് നിർത്തിയിട്ട് ബാക്കിയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നല്ല മാത്രം നിർത്തി തിരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചൊക്കെ കൊലയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കൊലയുണ്ട്. അതേപോലെ താഴേക്ക് ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യമൊക്കെ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കയ്യൊക്കെ ഒരു 2-3-4 വട്ടം നമ്മൾ നന്നായിട്ട് ഒരുക്കി വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചുകൂടി ഒന്ന് ഒരുക്കി എടുക്കാനൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അട്ടയുടെ കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോഴത്തേനും നമ്മൾ അട്ട കടിച്ച് ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കടിച്ചത് എൻ്റെ ചോരയൊക്കെ ഊറ്റി കുടിച്ചതാ. ചോരയൊക്കെ ഫുള്ളായിട്ട് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അട്ട കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരത്തിന് ആ ചോര ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പേപ്പർ എന്തെങ്കിലും ഒരു കഞ്ഞിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ നിന്നോളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ രീതിയിൽ വേദന ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് നമ്മൾ അട്ടയെ കടിച്ചിട്ട് കുറേ ആയല്ലോ. അപ്പോൾ അതിൻ്റെ രീതിയിൽ ചെറിയ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് കാലൊക്കെ ഇട്ട് ഒന്ന് കുറച്ച് നേരമൊക്കെ പിടിച്ചത് സെറ്റ് ആയിക്കോളും. അതേപോലെ നമുക്കിത് അവിടെ നേന്ത്രവാഴയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ടുണ്ട് നമുക്കൊരു കുടുംബക്കൊല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊല മൂക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കൊലയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിന് നല്ല 1-2 വിത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഒരു വേണ്ടാത്തൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ആ ഒരു നല്ല വിത്തൊക്കെ നിർത്തിയാണ് നമുക്ക് ഈ ഒരു കൊല നമ്മളിപ്പോൾ വെട്ടുമല്ലോ. അപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വിത്ത് അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു കാട്ടിൽ കൂടി ഇനി കുറച്ചേരും കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഫുള്ളായിട്ട് അട്ട പോതി കിട്ടും. അപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഒന്ന് വീട്ടിലേക്ക് പോവാം.
എന്നെ മാത്രമല്ല കേട്ടോ, നമ്മുടെ പപ്പീനെ അട്ട കടിച്ച ലക്ഷണമാണ് കാണുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് റെഡ് കളർ. അപ്പോൾ അവനത് അട്ടയൊക്കെ കടിച്ചിട്ട് ഇറങ്ങിപ്പോയിരിക്കുവാണേ. അട്ട കടിച്ചോടെ പപ്പി? നിന്നോട് ആരെൻ്റെ പുറകെ വരാൻ പറഞ്ഞേ? അപ്പോൾ ഇതാ വന്ന് ആശാൻ ഇത് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവനെ നമ്മൾ കൂടുതലായിട്ടും അങ്ങനെ കെട്ടിയിടാറൊന്നും കേട്ടോ. എവിടെ പോയാലും പിന്നെ വിളിക്കുമ്പോഴത്തേനും വരുന്നത് കൊണ്ട് പിന്നെ നമ്മളെവിടെ പോയാൽ നമ്മുടെ പുറകെ ഉണ്ടാകുമല്ലോ ആള്. അപ്പം അങ്ങനെ എപ്പോഴും കെട്ടിയിടാറില്ല. നമ്മൾ മറ്റേ 3 പേര് എപ്പോഴും കൂട്ടി തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടോ വീട്ടിൽ. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് നമ്മുടെ ഡോഗ്സിനൊക്കെ അപ്പോൾ മെഡിസിൻ കൊടുക്കുന്ന ഒരു ടൈം ആയിട്ട്. അപ്പോൾ നനഞ്ഞ് നമുക്ക് അതൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ന്യൂട്രിയൻ ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫുഡിലൂടെ കിട്ടാത്ത ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് കൊടുക്കുന്നതോടെ അതിൻ്റെ ആ ഒരു കംപ്ലൈൻ്റ് ഒക്കെ മാറ്റും. അപ്പോൾ ഓരോന്ന് വെച്ചിട്ടാണ് നമ്മൾ ഡെയിലി നമ്മൾ ഡോഗ്സിന് കൊടുക്കാറ്. നമ്മളിപ്പോൾ ഡയാനയ്ക്കും ഡെല്ലയ്ക്കും മാത്രമേ കൊടുക്കാറുള്ളൂ. മറ്റാൾ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ടില്ലല്ലോ. അപ്പോൾ ആളെ ബ്രീഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എന്നാലും ആൾക്കിപ്പോൾ കൊടുക്കുന്നില്ല. പിന്നെ ഇത് നമ്മൾ അവർക്ക് കൊടുക്കുന്നതിനുള്ള കാൽഷ്യത്തിൻ്റെ ഒരു സിറപ്പാണ്. അപ്പോൾ കാൽഷ്യം അതേപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ നിന്ന് അവർക്ക് സപ്ലിമെൻ്റ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഇത് ഫാറ്റി ആസിഡ് സപ്ലിമെൻ്റ് ആണ്. അതേപോലെ തന്നെ വേറെ ഉണ്ട് കേട്ടോ. നമുക്കിതാ അമിനോ ആസിഡ്സിൻ്റെ സപ്ലിമെൻ്റ്, അങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസും ഒക്കെ ആയിട്ടുള്ളത് തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കൊടുക്കണം. അപ്പോൾ എന്തായാലും കൊടുക്കുമ്പോഴത്തേനും വിളിക്കുമ്പോഴത്തേനും ഓരോരുത്തരായിട്ട് വന്നോട്ടെ. എന്തായാലും ഓരോരുത്തരായിട്ട് വിളിക്കട്ടെ. അപ്പൊ നമ്മൾ ഓരോരുത്തരെ മാസമായിട്ടായിട്ട് വിളിച്ചിട്ട് രണ്ടും പാടെ നമുക്കൊന്നും നടക്കില്ല. രണ്ടും പാടെ നമ്മുടെ മേലെ കൂടെ കയറി മറിഞ്ഞ് പത്തി അതിന്റെ സൈഡിൽ വന്നിട്ടുണ്ടല്ലോ. നമ്മൾ എന്ത് മരുന്ന് ആർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷെയ്ക്ക് വരുവാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലുള്ള ഒരു കണ്ടന്റ് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ എന്തായാലും നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഫുള്ളായിട്ട് തന്നെ വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെ ഒക്കെ സപ്ലിമെന്റ്സ് തന്നെയാണല്ലോ. കാണിച്ചേ. അപ്പോൾ ഈ ഒരു വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെ ഒക്കെ സപ്ലിമെന്റ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ സ്കിന്നൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ അവരുടെ ആ ഒരു രോമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നല്ല ഷൈനിങ് ഒക്കെ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 3 ബോട്ടിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് 3 ഒന്ന് കൊടുക്കട്ടെ. ഇതെല്ലാം പോയോ? വാ വാ വാ, ഇതൂടെ ഉണ്ട്. ബാ ഇതെല്ലാം വന്നേ. ബാ ബാ ബാ, ഇത് കഴിച്ചിട്ട് കൂടി. ഇതിന് ന്യൂട്രിയൻ്റെ ഒരു ടാബ്ലറ്റ് ആണ്. കൊടുക്കട്ടെ. മരുന്നൊന്നും കഴിക്കാൻ ഒരു മഴയില്ല കേട്ടോ 2 പേർക്കും. അതേപോലെ നമ്മൾ നേരത്തെ പറയാത്ത പറഞ്ഞാണ് ഇത് നമ്മൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ആട്ടോ. അപ്പോൾ 2 പേരും ഇപ്പോൾ പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെതാ ഡെല്ലയുടെ നമ്മൾ ഫുൾ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മെഡിസിനൊക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ആളൊന്ന് വിളിക്കട്ടെ. ഡെല്ല ഗോ കയറിക്കോ. ഡെല്ലേനെ കൂട്ടി കയറ്റിട്ട് നമുക്ക് ഡയാനയിൽ കൊണ്ടുപോകാം. ഡെല്ല ബാ ബാ, ഡെല്ല കം. അതേപോലെ നമ്മുടെ ഡയാന പ്രസവിക്കാനായിട്ടുണ്ട്. അപ്പോൾ അധികം ഇല്ലാട്ടിന് ദിവസം ഏകദേശം ഡേറ്റ് ഒക്കെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. 2 പേർക്കും ഇതിന്റെ സെപ്പറേറ്റ് 2 പേർക്കും ഓരോ അടപ്പില്ല. അപ്പോൾ ആ അടപ്പിനാണ് കൊടുക്കുക. ഒരാൾക്ക് കൊടുത്ത അടപ്പിനല്ല നമ്മൾ മറ്റാൾക്ക് കൊടുക്കാറില്ല. അപ്പോൾ ഇനി കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും 2 ഒന്ന് കഴുകി വെക്കണം. ഡയാന ബാ 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 ബാ, ഒരെണ്ണം കൂടി ഉണ്ട്. ബാ ഒരു അങ്ങോട്ട് പോയി. അതുണ്ട് ഒന്നുകൂടി ഉണ്ട് കേട്ടോ.
ഇതിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ഇവരുടെ രോമമൊക്കെ നന്നായിട്ടൊന്ന് ചീവി കൊടുക്കാനും ഉണ്ട്. കളഞ്ഞൂടി, കുറച്ച് കളഞ്ഞല്ലോ ഒന്ന്. നക്കി തുടക്കിയാണ്, കഴിഞ്ഞു വരില്ല. കഴിഞ്ഞു നാളെ തരാം കേട്ടോ. വേണോ വേണോ? ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ് കൂടി എടുത്തോണ്ട് കൊടുക്കട്ടെ. ഇവർക്ക് മരുന്ന് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയല്ല കേട്ടോ. പെട്ടെന്ന് നല്ല അനുസരണയോടെ കഴിച്ചിട്ട് പൊക്കോളും. അല്ലേ ഡയാന? നീ പ്രസവിക്കുന്നേ? എന്നാ പ്രസവിക്കുന്നേ? അപ്പൊ നമുക്ക് ഡയാനെ കുളിപ്പിക്കുന്ന ഒരു ടൈമിലൊക്കെ വെള്ളമൊക്കെ ദേഹത്തേക്ക് അടിച്ചെടുക്കുന്ന ടൈമിൽ ആ ഒരു കുഞ്ഞൊക്കെ ഇങ്ങനെ ഓരോ സൈഡിലേക്ക് ഇങ്ങനെ മുഴിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് അവർക്ക് വയറൊക്കെ ഇങ്ങനെ തൂങ്ങി ഇറങ്ങിയിട്ടുണ്ടേ. അപ്പൊ എന്തായാലും അധികം വൈകാതെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അല്ലേ ഡയാനെ? ഭക്ഷണമൊക്കെ കഴിച്ചോ? നീ മാമു കഴിച്ചോ? രണ്ടുപേരും അവിടെ കിടന്നോട്ടോ. അപ്പോൾ ഈ ഒരു സപ്ലിമെൻറ്റ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ ഇനിയിപ്പോൾ ക്യാറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ക്യാറ്റ്സിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാറ്റ്സിന് കൊടുക്കുമ്പോൾ നമുക്ക് ഡോഗ്സിൻ്റെ പോലെയല്ലല്ലോ, അവർ കുറച്ചുകൂടി ചെറുതല്ല. അപ്പോൾ അതിനനുസരിച്ച് ഡോസേജിൽ കുറച്ച് ചേഞ്ച് ഉണ്ട്. അങ്ങനെ എന്തായാലും മെഡിസിനും സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് കഴുകണം. അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ പോയ ടൈമിൽ നമ്മൾ അവരുടെ സോപ്പ് കുടിക്കുന്ന സോപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു സോപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ടിക് ബാൻ സോപ്പാണ്. അതായത് എക്ടോപാരസൈറ്റിസൈഡ് ഒക്കെ ഫുള്ളായിട്ട് തന്നെ നശിച്ചു പോകുന്ന ടൈപ്പ് സോപ്പാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതായത് ഇപ്പോൾ പേനോ ചെള്ള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സോപ്പ് ഇട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ സ്കിന്നിലേക്ക് അതൊന്നും വരാതെ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം അങ്ങ് റിമൂവ് ആയി പൊക്കോളും. അതേപോലെ തന്നെ നമുക്ക് അവരുടെ രോമം കൊഴിയുന്നതും ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതേപോലത്തെ സോപ്പ്, അതുപോലെ തന്നെ വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെ ഒക്കെ സപ്ലിമെന്റ്സ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും അതിനൊക്കെ പറ്റിയ അടിപൊളി സോപ്പ് കൂടിയാണ്. എന്നാലും ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ബാക്കി പരിപാടിയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതിനിപ്പോൾ 90 റുപ്പീസ് ആട്ടോ ഈ ഒരു 75 ഗ്രാമിന്. ഇങ്ങനെ നമ്മുടെ ആ ഒരു പരിപാടികൾ ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂച്ചെടിയുടെ സെക്ഷനിലേക്ക് കടക്കോട്ടോ. കാരണം ഇനി നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാട് ഇനിയും പറിക്കാണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് കാട് ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ആയുധം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊത്തിന്നാട്ടോ നമ്മളിവിടെ പറയാറുള്ളത്. അപ്പോൾ ചെറിയ തൂമ്പ പോലെ തന്നെയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഒരു ഭാഗം കണ്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ നടാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ചെറിയൊരു കുഴിയൊക്കെ ഇപ്പോൾ പയറിൻ്റെ വിത്തോ വെണ്ട വിത്തോ അങ്ങനെയൊക്കെ നടാനുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യുകയും ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ചെറിയൊരു ഇതാണല്ലോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് പുല്ലൊക്കെ പെട്ടെന്ന് തന്നെ ചെത്തി എടുക്കുമ്പോൾ വേറെ പൂച്ചെടിക്ക് എന്തെങ്കിലും പറ്റി അങ്ങനെയൊന്നുമില്ല. അവിടെ ചെറിയൊരു ഇതല്ലേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത് വെച്ച് നമുക്ക് ഈ ഒരു ചെടിയുടെ ഇടയിലുള്ള ഫുൾ കാടൊന്ന് എടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇന്നലെയൊക്കെ നല്ല ശക്തിക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മണ്ണായാലും അത്യാവശ്യം നല്ല ഇതിൽ ലൂസായിട്ടൊക്കെ കിടക്കണം. അപ്പോൾ നമുക്ക് കാടൊക്കെ പറിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്തായാലും. അപ്പോൾ നമുക്ക് നല്ല ഒരു സൈഡിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ മെലസ്റ്റോമയായിട്ട് നമ്മൾ ആ ഒരു അറ്റത്ത് നട്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങോട്ടേക്കും ഉണ്ട് കേട്ടോ ഒരുപാട്. എന്നാലും നമുക്ക് ഫസ്റ്റ് ആ ഒരു മെലസ്റ്റോമയുടെ ചുറ്റും വൃത്തിയാക്കിയിട്ട് അങ്ങനെ അങ്ങ് പോവാം. നമ്മൾ മെലസ്റ്റോമയ്ക്ക് ഈ അടുത്തൊരു വളം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മുയൽ കാഷ്ടം അതേപോലെ തന്നെ അതിന് കൊണ്ടുവരുന്ന ചപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് മുട്ടും അതേപോലെ തന്നെ കുറച്ച് പൂവൊക്കെ ആയിട്ട് ഉഷാറായി നിൽക്കുന്നുണ്ട് നമ്മുടെ മെലസ്റ്റോമ. ഈ ഒരു ചെടി കണ്ടോ, അതൊരു കാട്ടുചെടി പോലെയാണ്. ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അത് ഒരുപാടുണ്ട്. നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് ചെത്തുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട് കേട്ടോ. ഈ ചപ്പൊക്കെ എന്തായാലും ഇവിടെ തന്നെ കിടന്നോട്ടെ. കാരണം ഇതിൻ്റെ ഒരു തണുപ്പിനൊക്കെ വേണ്ടി ഇട്ട് കൊടുത്താണ്. ഇനിയിപ്പോൾ മഴയും കൂടി ആയതുകൊണ്ട് ഇനിയിപ്പോൾ ചപ്പിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് കുറേ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാം പാടെ അവിടെ കിടക്കട്ടെ. ഇടയ്ക്ക് ഇതേപോലെ വലിയ വലിയ കാടുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് തന്നെ വൃത്തിയാക്കും. എന്തായാലും മെലസ്റ്റോമിക്ക് നന്നായിട്ടൊന്ന് ചെത്തി കൂട്ടി കുറച്ച് മണ്ണൂടി നിർത്തി. അപ്പോൾ അത്യാവശ്യം വട്ടം വീശി തുടങ്ങിയിട്ടുണ്ട് നമ്മളൊരു മെലസ്റ്റോം. അപ്പോൾ നമ്മൾ ഇത് പ്ലാന്റ് ചെയ്തപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, പ്ലാന്റ് ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പോൾ അത് കണ്ടവർക്ക് അറിയാമായിരിക്കും ഇപ്പോൾ എത്രത്തോളം മാറ്റം നമ്മുടെ മെലസ്റ്റോമിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ മുട്ടുകളായാലും ഒരുപാടുണ്ട്. അപ്പോൾ നാളത്തേക്ക് വിരിയണ മുട്ടാട്ടോ. അപ്പോൾ ഈ ഒരു 2 മുട്ട് അതേപോലെ തന്നെ ഇതൊക്കെ നാളത്തേക്ക് വിരിയാൻ വേണ്ടി റെഡിയായി നിൽക്കുവാണ്.
എന്തായാലും മെലസ്റ്റോമയ്ക്ക് നമ്മളധികം വളമൊന്നും ഇനി ഇപ്പോൾ കൊടുക്കണ്ട, കാരണം അത്യാവശ്യം വളം അതിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ തന്നെ കിടക്കുന്നുണ്ട്. മാത്രമല്ല ഈ അടുത്തൊക്കെ നമ്മൾ വളം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ് നമുക്ക് ഇതിൽ കാണുന്ന ഈ ഒരു പൂക്കളൊക്കെ. നല്ല കളറും ഉണ്ട് പൂവിന്, അത്യാവശ്യം നല്ല സൈസും ഉണ്ട് അല്ലേ പൂവൊക്കെ. ഇത് മെലസ്റ്റോമയുടെ ചോടൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ആട്ടോ, അപ്പോൾ പൂച്ചെടിയുടെ ഇടയിൽ കൂടെ അപ്പോൾ നമുക്ക് തപ്പിയിട്ട് ആ ഒരു ചെടിയൊന്നും നാശാവാത്ത രീതിയിൽ ഒരുപാട് കാട് ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാട് മാത്രമായിട്ടൊന്ന് പറിച്ചെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഇതാ ഒരു ചീരയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പുല്ലൊക്കെ നമുക്ക് നല്ല വെയിലായി കഴിഞ്ഞാൽ പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുക. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് നമുക്ക് പറിക്കാൻ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. കാരണം അതിൻ്റെ ചൂട് അത്യാവശ്യം നല്ല ഉറപ്പുള്ളൊരു പുല്ലുകൂടിയാണ്. അപ്പോൾ മഴ പെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇപ്പം ഒരു പുല്ല് പെട്ടെന്ന് പറിച്ചപ്പോൾ വന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കൊടങ്ങലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കൂടിയാണല്ലോ നമ്മുടെ കൊടങ്ങലൊക്കെ വളർന്നുണ്ടായിട്ടുള്ളത്. അത് ആ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുള്ള കൊടങ്ങൽ അത്യാവശ്യം നല്ല ഇലയൊക്കെയാണെങ്കിൽ നല്ല വലിപ്പമൊക്കെ ഉണ്ടേ. നമ്മുടെ പൂച്ചെടിക്ക് കുട്ടിയെടുക്കുന്ന വളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചെടികളുടെ ചോട്ടിലുള്ളതൊക്കെ നമുക്ക് ഇതേപോലെ കൈ വെച്ചിട്ട് ആ ഒരു ചെടിയൊന്നും നാശാവാത്ത രീതിയിൽ ഇങ്ങനെ പറിച്ചെടുക്കുവാണേ. ബാക്കിയൊക്കെ നമുക്ക് തൂമ്പയ്ക്കും കൊത്തിയൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. മഴ പെയ്യുമ്പോഴത്തേനും കാടൊക്കെ എവിടെ നിന്നല്ലേ കയറി വരുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ നന്നായിട്ട് നനച്ചും കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് നന കുറച്ച് കുറവുള്ളത്. കാരണം നമുക്ക് മഴ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് നല്ല രീതിയിൽ നനഞ്ഞ് കുളിച്ച് വെക്കുകയാണ് നമ്മുടെ ചെടികളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നന കുറവ്. അതിനനുസരിച്ച് മണ്ണൊക്കെ നല്ല നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുല്ലും പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ എന്തായാലും ഈ ഒരു താഴ്ഭാഗത്തേക്ക് നല്ല രീതിയിൽ തന്നെ പുല്ല് വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഉള്ളിലുള്ള കാട് മാത്രമായിട്ട് പറിച്ചു പോകുമ്പോൾ പിന്നെ ഇവിടെ കാണുമ്പോൾ ഒരു റെഡി ആവാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ, അതൊരു സെറ്റ്. അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ ഒരാൾ നമ്മുടെ കൊത്തിയൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ട്. ആരായിരിക്കും? നമ്മുടെ ആവണിക്കുട്ടി തന്നെ, വേറെ ആരല്ലേ. അപ്പോൾ ഇതാ ഇവിടെ ചെത്തി എടുത്തിട്ടുള്ള ആ ഒരു പുല്ലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് കുടഞ്ഞെടുക്കുക കേട്ടോ. കാരണം ആ ഒരു മണ്ണൊക്കെ ഉണ്ടെങ്കിൽ മണ്ണൊന്നും വേണ്ടല്ലോ, നമുക്ക് ആ ഒരു പുല്ല് മാത്രമായിട്ടൊന്ന് കുടഞ്ഞെടുത്തിട്ട് ചെത്തിതൊക്കെ ഒന്ന് കൊണ്ട കളയാന്ന് വെച്ചിട്ടാണേ. അതൊരു ചാക്കൂരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചാക്കിലേക്ക് ഇട്ടാൽ പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണല്ലോ. കൊട്ട നോക്കി അപ്പോൾ കണ്ടില്ല. കൊട്ടയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്തായാലും കൊട്ട ഇവിടെ കൊണ്ടൊന്ന് തപ്പിയെടുക്കണം. കാരണം അതെന്തായാലും കുറേ നേരത്തെ ഒരു പരിപാടിയായിരിക്കും. കാരണം ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ഉണ്ടല്ലോ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈഡിലുള്ള ആ ഒരു ഗ്രോ ബാഗൊക്കെ ഒന്ന് നീക്കി വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പം കിട്ടും. അപ്പോൾ ആ ഗ്രോ ബാഗിൻ്റെ അടിയിൽ കൂടെ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാടൊക്കെ വന്നിട്ടുണ്ടേ. അതിൻ്റെ ഇടയിൽ ഇതാ കൊത്തി ഞാൻ പിടിച്ച് വാങ്ങിയിട്ടുണ്ട്. ചെറിയൊരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കും കേട്ടോ ആളിപ്പോൾ. കുഴപ്പമില്ല, ആളൊക്കെയാണ്. എന്തായാലും കൊത്തിയില്ലാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും പരിപാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കൈ കൊണ്ട് പറിക്കുകയാണെങ്കിൽ പോലും നമുക്ക് കൊത്തിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വരികയും ചെയ്യുമല്ലോ, ലൂസായി കിടക്കുന്നുണ്ട് തന്നെ. പിന്നെ വലിയ തൂമ്പിയൊന്നും ഇതിൻ്റെ ഇടയിൽ ഇടാനും പറ്റില്ല. അങ്ങനെ ഈ ഒരു ഭാഗം കുറച്ച് നമ്മൾ ചെയ്തപ്പോഴത്തേനും നമുക്ക് ഇത്രയും പുല്ല് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഈ ഒരു ഭാഗം വരെ ഉള്ളത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലേക്ക് കുറേ ഉണ്ട് ഇനി ചെയ്യാൻ വേണ്ടി. എന്നാലും അത് ഫുള്ളൊന്നും ചെയ്യണം. അതിന് മുന്നേ ഈ ഒരു പുല്ലുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ ഒന്നുകൊണ്ട് കളയട്ടെ. ഈ ഒരു തൂമ്പി നല്ല വെയിറ്റ് ഒക്കെ കുറവുള്ള ഒരു തൂമ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ മരത്തിൻ്റെ പിടിയാണ്. മാത്രമല്ല ഇത് ഒരു ചെറിയൊരു വീതിക്കല്ലേ ഉള്ളൂ. അപ്പോൾ എന്നാലും നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഉള്ള കാടിങ്ങനെ ഈ സൈഡിൽ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്താനൊക്കെ അടിപൊളിയാണേ. എന്നാലും നമ്മൾ പൂച്ചെടിയുടെ ഉള്ളിലുള്ള കാട് ഫുള്ളായിട്ട് നമ്മൾ ആ മറ്റേ ഒരു നേരത്തെ കാണിച്ച ഒരു കൊത്തിയുണ്ടല്ലോ, അപ്പോൾ അതിന് തന്നെയാണ് ചെത്തിയെടുക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ മുല്ലപ്പൂവിൻ്റെയൊക്കെ ഒരു സീസൺ ആയി തുടങ്ങിയത്. അപ്പോൾ മുല്ലയിലൊക്കെ ഒരുപാട് മുട്ടിട്ട് നിൽക്കുക കേട്ടോ നമ്മുടെ മുല്ലയും. അതാ നമ്മൾ അന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബോഗൺവില്ല ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഈ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടും. എന്നാലും സൺലൈറ്റ് കിട്ടുന്നതിനനുസരിച്ച് നമുക്കതിൽ ഫ്ലവറും ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഫ്ലവർ ഫുള്ളായിട്ട് തന്നെ പോയിട്ടില്ല. ഇപ്പോൾ പുതിയ തളിരിലകളൊക്കെ വന്നിട്ട് എന്തായാലും പുതിയ മുട്ടും അതേപോലെ തന്നെ പുതിയ ഫ്ലവറൊക്കെ ഇടാനുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് ഗ്രോ ബാഗുകൾ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ചെടി ഇളകാത്ത രീതിയിൽ നമുക്ക് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നാലും ഈ ഒരു ഭാഗത്തൊക്കെ കുറേ കാട് കയറിയിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ.
കുറച്ച് മഴ പെയ്യുമ്പോഴത്തേന് എത്ര പെട്ടെന്നല്ല കൂട്ടുകാരെ കാടൊക്കെ പെട്ടെന്ന് തന്നെ കയറിയിട്ടുണ്ടായിട്ടുള്ളത്. ഇത് കൂടെയൊക്കെ കുറേ കാശിത്തുമ്പയുടെ ഒക്കെ വിത്തുകൾ ഇങ്ങനെ പൊട്ടി പൊട്ടി ഒരുപാട് ചെടികൾ മുളച്ചിട്ടുണ്ട്. അതിന്റെ നല്ല കാശിത്തുമ്പ് നോക്കിയിട്ട് നമുക്ക് പറിച്ച് നടാം. കാശിത്തുമ്പ് പോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് വാടാമുല്ലയുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതായത് അതിലേക്ക് നല്ല ഹെൽത്തി പ്ലാന്റ്സ് നോക്കിയിട്ട് നമുക്കൊന്ന് പറിച്ച് നടണം. അതായത് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് എത്ര വലിയ വലിയ കാടുകളാട്ടോ കൂടുതലായിട്ടും. ഇപ്പോൾ നമ്മളിത് വൃത്തിയാക്കില്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മഴയൊന്നും ഉറക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇരട്ടി കാടാം. അപ്പോൾ എന്നാലും ഇപ്പോൾ ഒന്ന് സെറ്റാക്കി എടുക്കാമല്ലോ. ഇതിൻ്റെ ഇടയിൽ ഇതാ എന്നെ സഹായിക്കാൻ വന്ന ആൾ കയറി പോകാനില്ല. അപ്പോൾ റോഡിലേക്ക് പോവുകയാണേ. ഇപ്പോൾ ഈ റോഡിലേക്ക് പോകുന്നത് അവളെക്കാളും മുന്നേ നമ്മുടെ പപ്പി റോഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പപ്പീനെ വടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആളെന്തായാലും സേഫ്റ്റിക്ക്. അപ്പോൾ ഇതാ വടിയൊക്കെ എടുത്ത് പപ്പീനെ ഇതാ വീട്ടിലേക്ക് കയറ്റുവാണേ. പപ്പീനൊന്നും ആൾക്ക് ഒരു പേടിയില്ല. അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊരു ആന്തൂരിയും റീപ്ലാന്റിങ് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് നമ്മൾ നട്ടുള്ള ആ ഒരു ആന്തൂരി നല്ല അടിപൊളിയായിട്ട് ഒരു പോട്ടിലേക്ക് നന്നായിട്ട് തന്നെ വളരുന്നുണ്ട്, വേറെ കടിയിലേക്ക് ഇറങ്ങി. അതേപോലെ തന്നെ ഇപ്പോൾ ആണെങ്കിൽ ഒരുപാട് മുട്ടും അതുപോലെ തന്നെ കുറച്ച് ഫ്ലവറൊക്കെ ആയിട്ട് നല്ല ഉഷാറായി നിൽക്കുന്നുണ്ടേ. ആഹാ ഇവിടെ എത്തിയല്ലോ. അപ്പോൾ ഇപ്പോൾ ചെത്തുന്നതിൻ്റെ ഇടയിൽ നമ്മളധികം മണ്ണിളകാത്ത രീതിയിലാണ് ഇപ്പോൾ ചെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പുല്ല് മാത്രം പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മണ്ണ് ഒരുപാട് പിളക്കിയാലും ശരിയാവില്ല, കാരണം മഴയൊക്കെ നല്ല രീതിയിൽ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഇന്ന് പെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ആവണിക്കുട്ടി ഇതാ ഇവിടെ ഒരു ചെടി നട്ടു. ആ ചെടി ഇതാ പൂവും വിരിഞ്ഞു. ഇത് എന്ത് പൂവാ സുത്തു? ഇത് എന്ത് പൂവാ നട്ടേ? നല്ല രസമുണ്ടല്ലോ, സൂപ്പറാണല്ലോ. ചെടി നട്ടല്ലോ, വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ചെടിയിൽ. ആ പൂവും വിരിഞ്ഞിട്ടുണ്ട് അല്ലേ? ആ കൊള്ളാലോ. ഒരു ഹായ് തരുവോ? ഹായ്. അവൾക്ക് നമ്മുടെ കൂടെ വന്നിട്ട് ഇതേപോലത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ആളെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൂച്ചെടിക്ക് കാട് പറിക്കലും അതേപോലെ തന്നെ ഇതേപോലെ അവളുടെ ഓരോ ചെടി നടലൊക്കെയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ആള്. ആ എന്താ നോസ്? അത് വേണ്ട, അത് വേണ്ട. അതിന് നമ്മുടെ കാട് പറിക്കലിന്റെ പരിപാടി ഒരു സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് പറിച്ചിട്ടുണ്ട്, ബാക്കി ഇനി അതിൻ്റെ ഇടയിൽ കൂടെ പറിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അതെന്തായാലും ഒരുപാട് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ഈ ഒരു ചെണ്ടുമല്ലിയിൽ ഒരുപാട് മുട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പൂവുണ്ട്. അപ്പോൾ ഈ ഒരു പൂവൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസത്തിന് ഈ ഒരു പൂവ് ഉണ്ടാവും. മാത്രമല്ല പൂ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂ കൂടിയാണേ. മാത്രമല്ല ഇപ്പം തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയും കൂടി കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ മഴയും കൂടി ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ മണ്ണൊക്കെ ആണെങ്കിലും കുറച്ചൊന്ന് ലൂസായി കിടക്കുവാണ്. അതേപോലെ തന്നെ ഈ ഒരു പൂവൊക്കെ ഒരുപാട് ദിവസം ഇങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ ഒരുപാട് മുട്ടുകൊണ്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പൂവിൻ്റെ വെയിറ്റ് താങ്ങാൻ നമ്മുടെ ഈ ഒരു ചെടിയുടെ കമ്പൊക്കെ പെട്ടെന്ന് തന്നെ ഒടിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരുപാട് മുട്ടൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് തന്നെ പൂവൊക്കെ വിരിയുമല്ലോ. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ തന്നെ ഒരു കമ്പൊക്കെ ഒന്ന് കുത്തി ഒന്ന് കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെടി കുറച്ചുകൂടി നമുക്ക് സേഫായിട്ട് നിർത്താൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊരു ഓടക്കമ്പാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട അളവിനൊന്ന് ഒരു ലെവലിലൊന്ന് നമുക്ക് അളവ് പിടിക്കട്ടെ. അപ്പോൾ കുറച്ച് നമ്മളിപ്പോൾ മണ്ണിലേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഒറ്റവെട്ടിൻ്റെ മുറിവെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് കെട്ടി കൊടുക്കാൻ വേണ്ടി ഒരു വള്ളി കൂടി എടുക്കണം. ഒരു വള്ളി കൂടി ഒന്ന് എടുക്കട്ടെ. ആവണിക്കുട്ടി അവിടെ കയ്യിൽ കയറണ്ട. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടി നേരത്തെ നമ്മൾ കാട് പറിക്കാൻ വന്നപ്പോൾ തുടങ്ങി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആളിതാ ഓരോരോ സഹായങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഓടെ കയ്യിൽ കുത്തു സുത്തു എങ്ങോട്ട് കൊണ്ടുപോണേ? നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിന് രണ്ട് കഷ്ണാക്കിയിട്ടുണ്ട്. നമ്മൾ വാഴവള്ളിയാട്ടോ, അതായത് നമ്മൾ വാഴയൊക്കെ കൊലയ്ക്കാനൊക്കെ ആവുന്ന ടൈമിൽ കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വള്ളിയാണ്. നമ്മുടെ ഇവിടെ വാഴവള്ളി എന്നാട്ടോ പറയാറുള്ളത്. അപ്പോൾ അത്യാവശ്യം വീതിയുള്ള വള്ളി ആയതുകൊണ്ട് നമുക്ക് ഇത്രയും വീതി വേണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന്
ഇവിടെ നമ്മൾ ചെറിയ ചെറിയ കട്ടകളൊക്കെ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ പൊക്കത്തൊന്ന് കയറിക്കോ. ഒരു എൻ്റെ കയ്യിലേക്ക് തന്നെ കിട്ടി കറക്റ്റായിട്ട്. എന്തായാലും നമുക്ക് ഈ ഒരു കമ്പ് നല്ല രീതിയിൽ തന്നെ ഇവിടെ നിൽക്കുന്ന രീതി ഒന്ന് ഉറപ്പിച്ചു കൊടുക്കട്ടെ. നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് അടിയിലേക്ക് കുറച്ച് നിരക്കി വിടട്ടെ. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ലക്ഷണം കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ടോ അല്ലെങ്കിൽ പുലർച്ചയ്ക്ക് ആയിട്ട് മഴ പെയ്യാനുള്ളൊരു നല്ല ചാൻസ് ഒന്നും കാണുന്നുണ്ട്. നല്ല രീതിയിൽ മൂടി തുടങ്ങിയിട്ടുണ്ട് അന്തരീക്ഷമൊക്കെ. അങ്ങനെ നമ്മളിത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു കുറ്റി ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വള്ളി വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ വള്ളിയൊക്കെ ഇതുപോലെ നമ്മുടെ ചെടികളിലൊക്കെ കെട്ടി കൊടുക്കാവുമ്പോൾ നല്ല ടൈറ്റായി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചെടി നാശമായി പോകാനും പിന്നീട് അത് വണ്ണം വെക്കാനും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്നാലും ഒന്ന് ലെവൽ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വള്ളിയോടെ ഒന്ന് ഇട്ട് കെട്ടി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗത്തൂടെ ഒന്ന് കെട്ടി കൊടുക്കട്ടെ. ഈ ഒരു ചെണ്ടുമല്ലിയുടെ ഒരു 2 വെറൈറ്റി കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ. വേറൊരു മഞ്ഞയും കൂടി ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ പൂവായതുകൊണ്ട് നമുക്ക് ഒരുപാട് ദിവസം നിൽക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് സ്ട്രോങ് ആയിരിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് അതിൻ്റെ പുറകിൽ വേറെയും കുറച്ചുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒന്ന് കെട്ടി കൊടുക്കേണ്ടത്. അപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കാട് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ കാട് പറിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതും നമുക്ക് കുറേ തീർക്കാണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാട് ഒരുപാട് വളർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം എന്തായാലും പറിച്ചെടുക്കുമ്പോൾ ഒരു എളുപ്പത്തിൽ പറിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും ഒരുപാട് കാടുള്ളതുകൊണ്ട് തന്നെ എന്തായാലും ഒത്തിരി സമയം എടുക്കുന്നാലും ഇതൊക്കെ ഫുള്ളായിരുന്നു പറിച്ച് ഇവിടെ ഫുള്ളായിരുന്നു ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരുന്ന വീഡിയോസിലൂടെ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഉള്ളിലുള്ള കാടൊക്കെ കളഞ്ഞ നല്ല സെറ്റായിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അധികം നിന്ന് സമയം കളയാനില്ല. കാരണം ഇനി മഴ എപ്പോഴാണ് പെയ്യാന്ന് അറിയില്ലല്ലോ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു പണി നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. അപ്പോൾ എന്തായാലും ഇനി അധികം സമയം കളയാതെ എന്തായാലും നമ്മുടെ ആ ഒരു കാട് പറിക്കലിൻ്റെ പരിപാടിയിലേക്ക് കയറട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിയേക്കണേ. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് എനേബിൾ ചെയ്യാൻ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ.